ബെയിൽ കൊടുക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ, 3 ദിവസമായി ഇവിടെ അറസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പോലീസ് കൊടുക്കാത്തത്? അപ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടല്ലോ, മനഃപൂർവ്വം കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അത് ആരാ കൊടുക്കേണ്ടത്? ഞാൻ പറയുന്നത് ഇത് സെഷൻ കേസാണല്ലോ, സെഷൻ കേസാണല്ലോ, പോകേണ്ടി വരും. അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ബെന്നി ബെഹനാൻ വളരെ കൃത്യമായി പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു മാലഫൈഡ് ഇന്റൻഷനുമില്ല. അവര് 2 കോൺവെന്റുകളിൽ 2 മഠങ്ങളിൽ താമസിക്കുന്ന 2 സിസ്റ്റേഴ്സാണ്. എന്തുകൊണ്ട് ഈ 3 കുട്ടികളെ ജോലിക്കായി അവർ നിയോഗിക്കാൻ അതിൽ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ, ആ കൂട്ടത്തിലുള്ള അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ നാട്ടിലുള്ളവരാണ് ഈ 3 കുട്ടികളും. ആ പെൺകുട്ടിയുടെ സഹോദരൻ മുഖാന്തരം ഇവർ ആവശ്യപ്പെട്ടു 3 കോൺവെന്റുകളിലേക്കാണ്. അവർ 3 സ്ഥലത്ത്, ആഗ്രയിലും വേറൊരു സ്ഥലം ഷെഡോളിലേക്കും വേറെ പോകുന്ന വഴിക്ക് വേറെ സ്ഥലം, 3 കോൺവെന്റുകളിലേക്കാണ് ഇവർക്ക് ആളെ ആവശ്യമായി വന്നത്. അതിനുവേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്തിരുന്നയാളിന്റെ സഹോദരനെ നിയോഗിച്ചു, അവർ കൊണ്ടുവന്നു. ഇവർ 2 ട്രെയിനിലാണ് ഇവിടെ വന്നു ചേർന്നത്. അവിടെ വെച്ചാണ്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇതൊരു വിവാദമാകുന്നതും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്, രേഖകളില്ലാതെയാണ്. ആദ്യം മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞു, മനുഷ്യക്കടത്ത് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ മതപരിവർത്തനമാണെന്ന് പറഞ്ഞു. ഇപ്പം മതപരിവർത്തനം അടക്കം 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന മതപരിവർത്തനം വരെയുള്ള കേസിട്ടാണ് ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നത്. അല്ല, അവരുടെ മാനസികാവസ്ഥ, അവര് കുരിശുൾപ്പെടെ അവരുടെ ഏറ്റവും വിശ്വാസപരമായിട്ടുള്ള, ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും കാരണം ജയിൽ ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ധരിക്കേണ്ട വസ്ത്രങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. അതടക്കം അവരുടെ മാനസികമായിട്ടുള്ള പീഡനം ഭീകരമായിട്ടുള്ള പീഡനമാണ്. അവർക്ക് ജയിലിൽ സൗകര്യമെല്ലാം ഉണ്ട്, പക്ഷേ സന്യാസ വസ്ത്രം തന്നെയാണ്. അവർ ജയിലിൽ അവർക്ക് സൗകര്യങ്ങളെ സംബന്ധിച്ച് പരാതിയില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ പീഡനം ഇവിടെ ശ്രീ ബെന്നി ബെഹനാൻ വിശദീകരിച്ചല്ലോ. ആൾക്കൂട്ട വിചാരണയല്ലേ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും നടത്തിയത്? പോലീസ് ഒഫീഷ്യൽസ് നോക്കി നിൽക്കെ ഈ പെൺകുട്ടികളുടെ ബാഗ് മുഴുവൻ തുറന്ന് അടിവസ്ത്രങ്ങളടക്കം പരിശോധിക്കുകയും അതിനകത്ത് 2000 രൂപ കണ്ടപ്പോൾ ആ 2000 രൂപ സിസ്റ്റേഴ്സ് നൽകി നിങ്ങളെ വിലയ്ക്ക് വാങ്ങി മനുഷ്യക്കടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് എന്ന് പറയണമെന്ന് അവരെ കൊണ്ട് മൊഴി പറയാൻ ഈ സിസ്റ്റേഴ്സിന്റെ മുമ്പിൽ വെച്ച് നിർബന്ധിക്കുകയും, നിങ്ങൾ മൂങ്ങയെപ്പോലെ വായു മൂട്ടിയിരുന്നോളണം. സിസ്റ്റേഴ്സിനോട് ഈ ബജ്രംഗദൾ പ്രവർത്തകർ പറഞ്ഞതാണ്, നിങ്ങൾ മിണ്ടാൻ പാടില്ല, മൂങ്ങയെപ്പോലെ വായ മൂടി ഇരുന്നു കൊള്ളണമെന്ന് കൃത്യമായി കർശനമായി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആ ഒരു സമ്മർദ്ദത്തിനും നിർബന്ധത്തിനും വഴങ്ങിയിട്ടാണ് ഒരു കുട്ടി പെട്ടെന്ന് സ്ഥലം പറയാൻ കഴിയാതെ പോയപ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി മാറി പറഞ്ഞു എന്നതിന്റെ പേരിൽ കേസെടുത്തു. കീഴ്ക്കോടതി തള്ളി എന്ന് പറഞ്ഞു. പക്ഷേ ഈ സഭയോ സന്യാസി സമൂഹം ഇതുവരെ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ലെന്നാണ് ഈ ബന്ധപ്പെട്ടത് പറയുന്നത്. അപ്പൊ ഇത് ആര് കൊടുത്ത ഹർജിയാണിത്? എനിക്ക് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അറിയില്ല. ഈ BJP പറയുന്നത് സിസ്റ്റേഴ്സ് അവിടെ ഓക്കെയാണ്, വലിയ പ്രതീക്ഷയിലാണ്. ആ സിസ്റ്ററിന്റെ ബ്രദറിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ സിസ്റ്ററിന്റെ വിങ്ങിപ്പൊട്ടൽ കണ്ടത് ഞങ്ങള്. അനിൽ ആന്റണിക്ക് ചിലപ്പോൾ അത്തരം വികാരങ്ങൾ, അനൂപിന് ചിലപ്പോൾ അതിന്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായ ആ സിസ്റ്ററിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ഇവിടെ ഒരു പരിവർത്തനം നടക്കേണ്ടത്, അത് മതപരിവർത്തനമല്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യത്തിൽ നിന്നും ഇന്ത്യയെ ഒരു വർഗീയ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ആ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടപടികൾ. അതിന് ഞങ്ങൾ ശക്തമായി എതിർക്കും. ഞങ്ങൾ അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല.